ഈ അടുത്തതായിട്ട് ആമസോൺ പ്രൈമിലൂടെ റിലീസായ ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ് പോച്ചർ. ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു അടിപൊളി സീരീസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആകെ 8 എപ്പിസോഡുള്ളൂ. ആ ഒരു 8 എപ്പിസോഡ് വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി നടക്കുന്നത് 2015-ലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആനകളെ കൊല്ലുകയും ഏകദേശം ഒരു 18 ആനകളുണ്ട്. ആനക്കൊമ്പ് എക്സ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ഹണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ കാര്യം വലിയൊരു ന്യൂസ് ആകുകയും അതിനുശേഷം അത് ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ പിറകിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരാരാണ്, അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ടീമുണ്ട്. സോ ആ ഒരു ടീമിന്റെ POV അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ജേർണി ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് ടു ആ ഒരു ഹണ്ടേഴ്സിനെ പിടിക്കുന്നവരുള്ള സ്റ്റോറിയാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സീരീസിന്റെ മെയിൻ ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നിമിഷ സജയും റോഷൻ മാത്യൂസ് ആണ്. ഇവരെ രണ്ടുപേരും പെർഫോമൻസും അടിപൊളിയാണ് എൻ്റയർ സീരീസിൽ. അതിൽ എടുത്തു പറഞ്ഞ നിമിഷയാണ്. കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. കാരണം പുള്ളിക്കാരിക്കായിരുന്നു കുറച്ചുകൂടി സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള ആ ഒരു ടീമിൽ തന്നെ കുറച്ച് നൈസ് ആയിട്ടുള്ള ഓഫീസറൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ പെർഫോമൻസ് വൈസും അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോറിയിലോട്ട് വരുമ്പോൾ ഭയങ്കര റോ ആയിട്ട്, അതായത് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം ആ ഒരു ആനകളെ കൊല്ലുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരിൽ എത്തുന്ന വഴിയുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ പിറകെ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള പൊളിറ്റിക്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒന്നും മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഭയങ്കര റോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പല സിറ്റുവേഷൻസിലും. അതായത് ആ ഒരു ടീം ആ ഹണ്ടേഴ്സിൽ എത്തുന്ന ഓരോ മൂവ്മെന്റ്സും വളരെ എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ആകെ 8 എപ്പിസോഡുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതെ എന്താണോ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണോ ഓഡിയൻസിൽ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണോ ഓഡിയൻസിന് ആവശ്യം, അല്ലെങ്കിൽ എൻഗേജിംഗ് എന്ന ഫാക്ടേഴ്സ് ഒക്കെ എന്താണോ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ എൻ്റെ സീരീസിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ നൈസ് ആയിട്ട്, അതായത് എന്താണോ ആ സീനിൽ വേണ്ടത്, ആ ഒരു സീൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ടാണ് ഒരു എൻ്റെ സീരീസിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ ഒരു എൻ്റെ ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. അതിൽ അവസാനത്തെ എപ്പിസോഡ് എന്നൊക്കെ പറയുന്ന കിഡിലെ എൻഗേജിങ്ങും കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു എപ്പിസോഡിന്റെ എക്സിക്യൂഷനും അല്ലെങ്കിൽ അത് എൻ്റെ കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഈ ഒരു ടീം ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ജേണി അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു വേൾഡ് ബിൽഡും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ആ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ഒരു വേൾഡ് ബിൽഡ് ഒക്കെ ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സ് ആയാലും ആ ക്യാരക്ടേഴ്സിന്റെ വേൾഡ് ബിൽഡ് ആയാലും ആ ഒരു ടീം ആയാലും ആ ഒരു ഹണ്ടേഴ്സ് ആയാലും അതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസും അതിൻ്റെ ഒരു എൻവയോൺമെന്റും എല്ലാം വളരെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സീരീസിലെ ഓരോ എപ്പിസോഡായാലും അല്ലെങ്കിൽ ഓരോ സീൻസ് ആയാലും അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഒക്കെ പറയുന്നത് അടിപൊളിയാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ആ ഒരു ത്രില്ലും ആ ഒരു എൻഗേജിംഗ് ഫാക്ടറും മൊത്തത്തിൽ പോയതിന്, പക്ഷെ അത് കീപ്പ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു എൻ്റെ സീരീസ് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു വരേണ്ട VFX ഷോട്ട്സ് ആണ്. ആ ഒരു ആനകളുടെ മാത്രമല്ല ആ ഒരു എൻ്റെ സീരീസിൽ വന്നു മറ്റുള്ള മൃഗങ്ങളായാലും അല്ലെങ്കിൽ എൻ്റെ സീരീസിലെ എല്ലാ പോർഷൻസിലും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു VFX ഷോട്ട്സ് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നീടുള്ളത് നിമിഷ റോഷന് മാത്രമല്ല, മലയാള മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഒരു സീരീസിൽ വന്നു പോകുന്നുണ്ട്. സോ അവരുടെ പെർഫോമൻസ് ആയാലും നിമിഷയുടെ ആയാലും റോഷന്റെ ആയാലും അല്ലെങ്കിൽ ഈ സീരീസിൽ വന്നു പോകുന്ന എല്ലാവരും ഒരു മൈൻഡ് റോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അവർ പോലും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് എൻ്റെ സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സും. സോ ഒരു റിയൽ ലൈഫ് ഇവന്റ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സീരീസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഒരു കിഡ്ലം സീരീസ് ആണ്. ആകെ 8 എപ്പിസോഡുള്ള ഒരു മാക്സിമം കൂടി 2 ദിവസം അതിലൊക്കെ കണ്ടു തീർക്കാൻ പറ്റിയ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അത് ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ് പോച്ചർ എന്ന് പറയുന്നത്. സോ എന്തായാലും കണ്ടു നോക്കൂ. സോ ഓൾറെഡി ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.